ഹായ് മക്കളെ, ഞാൻ എപ്പോഴും നിങ്ങളോട് പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുമ്പം സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമുണ്ടല്ലേ. അതായത് നിങ്ങളെ പാരൻസ് നിങ്ങളെ ജനിച്ചപ്പോൾ മുതലേ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ചില പാരൻസൊക്കെ എന്താണ്, മോൻ വലുതാകുന്നതിനനുസരിച്ച് കുടുംബത്തിലൊരു രക്ഷകന എന്ന രീതിയിലൊക്കെ നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട് എന്നൊക്കെ അല്ലേ. അപ്പം അങ്ങനെ ഒരു രക്ഷകനെ കിട്ടിയിരിക്കുകയാണ് നമ്മളെ സൽമാൻ്റെ ഫാദറിന്. അപ്പം ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം എന്താണ് നമുക്ക് സൽമാൻ്റെ ഫാദറിന് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം. യെസ്, വെൽക്കം. ആൻഡ് എന്താണ് ഏറ്റവും ഫസ്റ്റ് എന്താ തോന്നുന്നത്? ഫസ്റ്റ് ഞാൻ ദൈവത്തിനെ ആദ്യം സ്മരിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഭവം ഉണ്ടായിട്ടുണ്ട്. സൽമാൻ നമ്മളെ എല്ലാ സപ്പോർട്ടും കൊടുത്ത് പഠിക്കുന്ന കാര്യത്തിൽ അവനൊരു കാര്യത്തിലും നമ്മൾ ബുദ്ധിമുട്ടിച്ചില്ല. എല്ലാ സപ്പോർട്ടും കൊടുത്തതെന്ന് വെച്ചാൽ അവൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാവും എന്ന് ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ പരിഹരിച്ചു. അതുപോലെ സൽമാൻ അതോടുകൂടി തന്നെ സൽമാൻ വളരെയധികം ഉത്സാഹിച്ച് പഠിച്ചു, ഹാർഡ് വർക്കിന് ചെയ്തു. അവന് ഏത് സമയവും ഇത് നേടിയെടുക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. അതോന് ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അവൾ അക്കാര്യത്തിൽ വളരെയധികം സന്തോഷവും എയർപോർട്ടിനോടും ഉണ്ട്, അവനോടും ഉണ്ട്. തീർച്ചയായിട്ടും താങ്ക്സ്. ഓക്കെ, ആ ഒരു സമയത്ത് ശരിക്ക് ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നല്ലോ ഇത് തുടങ്ങുന്നത്. അപ്പം സൽമാൻ ആയിരിക്കില്ല നിങ്ങളോട് പറഞ്ഞിട്ട് ഇങ്ങനെ സ്കൂളിൽ പോയാൽ കൊള്ളാന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് അവനെ വിട്ടത്? അവൻ്റെ ആവേശത്തിൽ തന്നെയാണ്. അവനക്ക് അത്രക്കൊരു നിങ്ങളുടെ ആദ്യം ഫസ്റ്റ് അവന് SLC ഓൺലൈൻ ക്ലാസ് കേട്ടപ്പോൾ അജാസ് സാറിൻ്റെ ആ ക്ലാസ് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവരുടെ സ്പീച്ച് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയോ കുട്ടികൾ ഈ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെയാണ് അവന് +1 +2 ഇതിൽ കൂടി നേടിയെടുക്കാം എന്ന്, ഒരു വർഷം നഷ്ടപ്പെടുത്തേണ്ട എന്ന് നിമിഷം അവൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യം പറഞ്ഞിരുന്നു റീപ്പീറ്റ് ഒന്നും പോകണ്ട, നമുക്ക് ഫസ്റ്റ് തന്നെ നേടിയെടുക്കാൻ പറ്റും. അവൻ്റെ ഒരു ആത്മവിശ്വാസമാണ് തീർച്ചയായിട്ടും അത് എനിക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നത്. സൽമാൻ പണ്ട് മുതൽ ഇങ്ങനെ നന്നായി പഠിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പയ്യനായിരുന്നു. ഓക്കെ, അവൻ ഇതുവരെ എല്ലാ ക്ലാസ്സിലും ടോപ്പർ തന്നെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു മടി എന്നുള്ള സ്വഭാവം എനിക്ക് ഉണ്ടായിട്ടില്ല. എല്ലാം അന്നു വർക്ക് തന്നെ ചെയ്ത് എല്ലാ ക്ലാസ്സിലും ടോപ്പാണോ എന്ന ആഗ്രഹമുണ്ട്, എല്ലാ സബ്ജക്റ്റും. അപ്പോൾ എനിക്ക് എനിക്ക് മെഡിക്കൽ ഫീൽഡ് ഞാൻ തിരഞ്ഞെടുത്തിരുന്നു. ഡോക്ടറാണ് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ എനിക്കുള്ളത് മാത്സിനോടാണ്. എനിക്ക് വായിച്ച് പഠിക്കലാന്ന് ബയോളജി എന്നുള്ളത്. എനിക്ക് എഴുതി പഠിക്കണം. അതുകൊണ്ട് മാത്സ് ആണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ അതെ തിരഞ്ഞെടുക്കുന്നു. അപ്പം പിന്നെ നിങ്ങൾ എന്തുവരെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്? പഠിക്കുന്ന ഒരു അത്യാവശ്യം പഠിച്ച SSO അങ്ങനെ പോയിട്ടുള്ളൂ. പിന്നെ ഇവൻ ഇങ്ങനെ ഇത്രയും നല്ല പിന്നെ ഫീസ് വേണം, അപ്പൊ ആ ഒരു രീതിയിൽ ഇവനെവിടെ ചേർക്കാൻ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രചോദനമായത്? പ്രചോദിച്ചത് അവന്റെ ആവശ്യം തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രചോദനം കിട്ടിയത്. അവന് നമ്മളെ സാമ്പത്തികം അവിടെ നമ്മൾ പ്രശ്നം ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളത് എങ്ങനെയായാലും അവർക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടായി. അപ്പോൾ അതെല്ലാം ദൈവത്തെ അനുഗ്രഹത്തെ സാധിച്ചു. ഇപ്പൊ വളരെയധികം സന്തോഷമാണ്. ബാക്കി ഉമ്മക്ക് എന്ത് പറഞ്ഞു? പിന്നെ ഉമ്മ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. അവൻ ഇപ്പോൾ ലീവിന് വന്നതിനാല് അവൻ പിന്നെ ഇങ്ങോട്ടേക്ക് മടങ്ങി വരുമ്പോൾ അവനക്കുള്ള ഫുഡും പ്രത്യേകം തയ്യാറാക്കി കൊടുക്കും. മറ്റുള്ള സാധനങ്ങളിലും എല്ലാ സപ്പോർട്ടും ഉമ്മ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സൽമാൻ ഇപ്പൊ 2 വർഷമായില്ലേ വീട്ടിൽ നിന്ന് വിട്ടിട്ട്? അപ്പൊ ഇവിടെ ഇങ്ങനെ ഓരോ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയാറുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാ അത്? ഇല്ല, ഓന് എല്ലാ ഒരു കംപ്ലൈന്റും 2 വർഷം അവിടെ പറഞ്ഞില്ല. ഒരു കംപ്ലൈന്റ്. നമ്മൾ ഏത് സമയത്തും റെസിഡൻസിൽ കേൾക്കുന്ന ഒരു പ്രശ്നമാണ് ഫുഡിന്റെ പ്രശ്നം. എല്ലാ റെസിഡൻസും അത് പൊതുവെ കേൾക്കുന്ന ഹോസ്റ്റലാണെങ്കിലും. പക്ഷെ ഇതുവരെ സൽമാൻ ഒരു -പോയിന്റ് ഫുഡിൽ പറഞ്ഞിട്ടില്ല. എല്ലാം ഓക്കെയാണ് പറഞ്ഞത്. അവന് അധികം വെജിറ്റേറിയൻ ഇഷ്ടപ്പെടാത്ത ആളാണ്, അധികം നോൺ വെജിന്റെ ആളാണ്. പക്ഷെ അതും കൂടി അവന് തരണം ചെയ്തിട്ടാണ്. ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം, ഇപ്പൊ രാവിലെ ഇവന് പിന്നെ ഉപ്മാവ് ഇവിടെ വെച്ചിരുന്നു. അവനത് ഇഷ്ടപ്പെടാത്ത ആളാണ്. പക്ഷെ അതവന് നമ്മളോട് പ്രകടിപ്പിക്കല്ല. അവനത് ഇന്ന് ഭക്ഷണം കിട്ടിയെങ്കിൽ അവന് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. ഓക്കെ, അങ്ങനെ പല കാര്യത്തിലും അവന് വെജ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അത് താരതമ്യം ഫുഡിന് ഇതുവരെ ഒരു മൈനസ് പോയിന്റ് പറഞ്ഞിട്ടില്ല. ഇപ്പോഴിനെ പറ്റി ഇപ്പൊ നല്ല അനുഗ്രഹം നല്ല പറഞ്ഞേ. നമ്മളെ അവർ നല്ല ശരിക്കും നോക്കുന്നുണ്ട്, നല്ലോണം പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇനി ഇപ്പം കുറേ പാരൻസ് ഉണ്ട്. ഇപ്പം നിങ്ങളെ പോലെ തന്നെ അധികം ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം മക്കളെ ഇത്രയും ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ വിടണമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം എൻ്റെ പാരൻസ് ഓൾമോസ്റ്റ് നിങ്ങളെ പോലെ തന്നെയായിരുന്നു. അപ്പം ഇതേപോലെ തന്നെ ആ ഒരു സമയത്ത് എനിക്ക് തരാവുന്ന മാക്സിമം സപ്പോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പാരൻസിനോട്, അതായത് വിടണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന പാരൻസിനോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് ഇപ്പോഴത്തെ ഈ പാരൻസിനോട് പറഞ്ഞാൽ നമ്മളെ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പാദ്യമാണ്. ആ സമ്പാദ്യം നമുക്ക് ശരിക്കും മുതലെടുക്കാൻ പറ്റും. നമ്മൾ ഈ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ചെലവഴിക്കുന്നതുകൊണ്ട് ഒരു വലിയ പ്രശ്നമാക്കണ്ട എനിക്ക് ഉദ്ദേശിക്കുന്നത്. അത് എയർപോർട്ടിൽ ഏത്
സംഭവിക്കാൻ നമുക്ക് കുട്ടികളെ നല്ലൊരു വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസമാണെങ്കിൽ അതിൽ ചെലവഴിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അത് നമുക്ക് എപ്പോഴും മുതലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പം സൽമാൻ ഇപ്പം IIT ഡൽഹിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു രീതിയിൽ തന്നെയാണ് അവന് പണ്ട് മുതലുള്ള ആഗ്രഹങ്ങളൊക്കെ? അതെ, അവന് ആഗ്രഹം അങ്ങനെയാണ്. അവനെപ്പോഴും വലിയ ഉയർന്ന ചിന്താഗതിയാണ് അവൻ ചിന്തിക്കുന്നത്. ചെറിയ ചിന്താഗതി ഇത് ചിന്തിച്ചില്ല. അവന് ഒരു ശരിക്കുള്ള ഒരു കമ്പ്യൂട്ടർ ഇതിലായിട്ടാണ് എഞ്ചിനീയറിംഗിലായിട്ടാണ് പോകണം എന്നുള്ള ആഗ്രഹമാണ്. നല്ലൊരു അതായത് ഏറ്റവും കൂടുതൽ സാലറി ഏതിലേക്ക് കിട്ടുക അങ്ങനെ അവൻ ചിന്തിക്കുക. അവൻ റീച്ച് മാൻ അവൻ ഉദ്ദേശിക്കുന്നുണ്ട് പണ്ട് മുതലേ. അതായത് പിന്നെ പണ്ട് മുതലേ അവൻ ആഗ്രഹമുണ്ട് എന്ത് എങ്ങനെയെങ്കിലും പൈസക്കാരനും പണക്കാരനാവണം, റിച്ച് ആവണം എന്നുള്ളത്. ആൻഡ് അതിലേക്കുള്ള എളുപ്പ വഴി തന്നെയാണ് അവൻ ഇതിലേക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പം പിന്നെ ഈ ഒരു സമയത്ത് ഇപ്പോൾ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞു, എനിക്ക് തോന്നുന്നത് അവസാനം പരീക്ഷയൊക്കെ എടുക്കുമ്പോഴാണ് പിന്നെ ഈ സൽമാൻ ഇങ്ങനെ റെസിഡൻഷ്യൽ സ്കൂളിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി പഠിച്ചാൽ. അപ്പം ആ ഒരു സമയം എനിക്കൊരു സെക്കൻഡ് തോട്ടേ വന്നിട്ടില്ല, അതായത് പോണോ വിടണോ ഇത്രയും ഇതല്ലേ അങ്ങനെ ഒരു. എനിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു, ഞാൻ +1 +2 കഴിഞ്ഞിട്ട് പോയാൽ മതിയില്ലേ എന്നുള്ളൊരു ചിന്താഗതി ഒരുപാട് പാരന്റ്സിന് ഉണ്ടാവുന്ന. അതായത് +1 +2 അവിടെ ഇപ്പോൾ എനിക്ക് അവിടെ നിന്ന് SSLC ഫുൾ A+ ഉണ്ടായതുകൊണ്ട് അവിടെ ക്ലാസ് വിളിച്ചിരുന്നു സ്ഥാപനം, സൽമാനെ ഇങ്ങോട്ടേക്ക് ആക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ ഇവൻ പറഞ്ഞത് ഞാൻ ഏതായാലും ഒരു വർഷം നമുക്ക് നഷ്ടപ്പെടുത്തണ്ട, നമുക്ക് +1 +2 കൂടി തന്നെ നമുക്ക് എൻട്രൻസ് എഴുതി ജയിക്കാൻ പറ്റണം, ആ താല്പര്യം അവർക്ക് ഉണ്ടായത്. അതുകൊണ്ട് അതിലേക്ക് വിട്ടു. ചെറിയൊരു ഡൗട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു, +1 +2 കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോ ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പൊ വർക്കാണ്, കുറച്ച് കൃഷിയുണ്ട്, കൃഷിയായിട്ട് അങ്ങനെ പോകും. കുറെ കാലം ഗൾഫിലായിരുന്നു. പിന്നെ ഇതില് ബാക്കി സൽമാന്റെ എനിക്കൊന്ന് 2 ഇക്കാക്കന്മാരാന്ന് തോന്നുന്നു. അവരൊക്കെ എന്താ പറയുന്നത്? അവരൊക്കെ അറിഞ്ഞോ? റിസൾട്ട് ഒക്കെ അറിഞ്ഞോ? അവർ വളരെ ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നത് ഒരാളാണെന്ന് ആദ്യമായിട്ട് 9ാം ക്ലാസ് പഠിക്കുന്ന IIT എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്നുള്ളത് സൽമാനോട് പറഞ്ഞു. അതാ ഗൾഫിലുള്ള ഇക്കാക്കാണ് ആണല്ലേ? ഓക്കെ ഓക്കെ. വീട്ടില് കച്ചറം കളിക്കൂല? ഇല്ല, ഇതുവരെ ഒരു ബുദ്ധിമുട്ടും നമ്മളെ ആക്കിയിട്ടില്ല. വളരെ സാലന്റ് ആണ്, ഏത് കാര്യത്തിൽ സാലന്റ്, വളരെ നീറ്റാണ്. അതായത് കൂടുതൽ ശബ്ദിച്ച് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമ്മളിപ്പോ സാലന്റ് ആയി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് അതിനൊന്നും പറയാനില്ല. ഇക്കാര്യത്തില് നമ്മൾ വളരെ ഹാപ്പിയാണ്. ഓക്കെ, ഈ അവസരം തന്നതിന് വളരെ നന്ദിയുണ്ട് നിങ്ങളോട്. സൽമാന്റെ ടീച്ചേഴ്സിന്റെ പേരൊക്കെ അറിയാം? ഏത് വിജയ് സാർ അറിയാം, പിന്നെ 2 സാർമാരുടെ പേര് അറിയാം. ഇതുവരെ നമ്മൾ എന്ത് കാര്യത്തിൽ വിളിച്ചാലും ഫോൺ ചെയ്യുന്നുണ്ട്, ഫോണ് നമ്മൾക്ക് റീപ്ലൈ തരുന്നുണ്ട് ഏത് സമയത്തും നമ്മൾ. പിന്നെ അതേപോലെ ഇപ്പൊ വീട്ടിലേക്ക് വന്ന കൃത്യസമയത്ത് തന്നെ വീട്ടിലേക്ക് തിരിച്ച് വിടാനുള്ള താല്പര്യം കാണിക്കലുണ്ട്. അവിടെ ഏർലി മോർണിംഗ് 3 മണിക്ക് 4 മണിക്ക് അവിടുന്ന് പോരണം. എന്നാൽ ട്രെയിൻ കിട്ടും. ചില ദിവസം ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ക്ലാസ്സിന് എത്താൻ പറ്റില്ല. ആ അവസരത്തിൽ അത്തരത്തിൽ ആവേശം കാണിച്ചിട്ടുണ്ട്. 4 മണിക്ക് തന്നെ ആ ട്രെയിന് മിസ്സാകാതിരിക്കാൻ വേണ്ടിട്ട് കഴിയുന്നതും ആ സമയത്ത് തന്നെ എത്തിച്ചാൽ ശ്രമിക്കുന്നു. ഇതൊരു മിസ്സായിട്ടില്ല. അവനിപ്പോഴും ഒരു ആത്മീയത ആഗ്രഹിക്കുന്നതാണ്. നമസ്കാരം ഇപ്പം ക്ലിയർ ഇപ്പൊ നമസ്കരിക്കും ആയിട്ടാണ്. ഇത് ഈ വീഡിയോ കാണുന്ന മിക്കവാറും കുട്ടികളായിരിക്കും. അപ്പൊ അവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കുട്ടികളിപ്പോ പറയാനുള്ളത് വെച്ചാല് കുട്ടികളിപ്പോ ഈ കാര്യത്തിൽ പരിശ്രമിക്കുക. നിങ്ങൾ എത്രത്തോളം ആവേശം കാണിക്കുക അത്രത്തോളം നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ പറ്റും. പിന്നെ നിങ്ങൾ എല്ലാ കാര്യവും ബാക്കി ദൈവം നിങ്ങളെ സഹായിക്കും, ഹെൽപ്പ് ചെയ്യും, ഉറപ്പാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണത്തിനാണ് സൽമാൻ. അവൻ വളരെയധികം പരിശ്രമിച്ചു, ബാക്കി ദൈവത്തിന് ഇട്ടുകൊടുത്തു. ദൈവത്തിന്റെ സഹായം കൊണ്ട് ഇന്ന് അവൻ ഉദ്ദേശിച്ച കാര്യം വളരെ ഭംഗിയായി കിട്ടി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സൽമാൻ ആദ്യമായിട്ട് ഇവിടെയാണ് എന്ത് ചെയ്തത്, സൽമാനും ഫാദറും കൂടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നത്. അന്ന് മുതൽ ഞാൻ സൽമാനെ ഫാദറിനെ കാണുന്നുണ്ട്. പലപ്പോഴും പാരൻസ് മീറ്റിങ്ങിനായിട്ടും അല്ലാതൊക്കെ വരുമ്പോൾ ഒരൊറ്റ കാര്യം ചോദിക്കുള്ളൂ. ആദ്യം ഇങ്ങനെയാണ്, ഞാൻ സൽമാൻ്റെ ഫാദറാണ്, അവൻ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ, അത്ര മാത്രമേ ചോദിക്കാറുള്ളൂ. പക്ഷേ അതിൽ നിന്ന് തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് സൽമാൻ്റെ വീട്ടിൽ നിന്നും പാരൻസിൻ്റെ അടുത്തു നിന്നും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അവരെന്താണ്, അവൻ ആ ഒരു നല്ല എഡ്യൂക്കേഷൻ കിട്ടണം എന്നുള്ള രീതിയിൽ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇവിടെ പഠിപ്പിച്ചു. ആൻഡ് അത് ഞങ്ങളുടെ കൂടെ തന്നെ എന്താണ്, ഞങ്ങളെക്കാളും നന്നായിട്ട് ആ ഒരു ട്രസ്റ്റ് സൽമാൻ കീപ്പ് ചെയ്തു. കഴിഞ്ഞ 2 വർഷം അടിപൊളിയായിട്ട് ഫുൾ ടൈം ഇരുന്ന് പഠിച്ചു. ആൻഡ് അതിൻ്റെ റിസൾട്ട് അവന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹോപ്പ്ഫുള്ളി എന്തായിരിക്കും JEE അഡ്വാൻസിലും നല്ല റാങ്ക് വാങ്ങിയിട്ട് IIT ബോംബെയിൽ കമ്പ്യൂട്ടർ സയൻസ് തന്നെ മോന് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
അപ്പം താങ്ക് യു. ഓക്കെ താങ്ക് യു.